ഞാൻ സ്ഥിരമായിട്ട് പാത്തൂസ് കിച്ചൺ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഞാൻ എന്റെ കിച്ചണും കൊണ്ട് യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ കിച്ചന് പകരം വേറെയും കിച്ചൺസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എല്ലാവരെയും ആവശ്യമാണല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കിച്ചൺ ഏതാണെന്നറിയോ? സുഷി. അപ്പൊ നമുക്ക് സുഷിയിൽ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അതല്ലേ നല്ലത്? അറിയാവുന്നവർക്ക് എനിക്കറിയില്ലല്ലോ. അതായത് ഇത് ആ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കഴിക്കണം. ഇതൊക്കെ ടാസ്കാണ്. ടാസ്ക് എടുത്തോ. ആക്ച്വലി ഇത് ഇങ്ങനെയൊക്കെ എടുത്ത് കഴിക്കണം എന്നാണ്. ഐ ആം സോറി കളിയാ. ഞാൻ നമ്മുടെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മളത് ഈ സോസ് ഇല്ലേ അതിലതാ ഇങ്ങനെ കൊള്ളാം. മൊത്തത്തിൽ നല്ല പുളി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കണേ, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഐഡിയ ഇല്ല. സംഭവമൊക്കെ കൊള്ളാം. മൊത്തത്തിൽ ഇത് റോ മീറ്റ് ആണ്. എന്താ പറയാ, ഫിഷിന്റെ എന്ത് ഫിഷാന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. കുറച്ച് മിന്റ് ഇട്ടിട്ടുണ്ട് ഗ്ലാസ്സിൽ. ലെമൺ ജ്യൂസ്. ഇതിനൊക്കെ ഒരു അളവുണ്ട് കേട്ടോ. ഫ്ലേവർ പാഷൻ. ഓക്കെ, ഐസ് ക്യൂബ്. നേരെ നമ്മുടെ കുലുക്കി തക്കത്ത കുലുക്കി തക്ക. ഇതാണ് കോക്ടെയിൽ. ഇത് എന്തൊക്കെ വെച്ചുണ്ടാക്കിയെന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അത് കുറച്ച് മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക്. അത് കഴിഞ്ഞാൽ കുറച്ച് ജിൻ ഒഴിച്ചു, പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഇട്ടു, പിന്നെ ഐസും ഇട്ടിട്ട് കുറച്ച് ലെമൺ ജ്യൂസും അതിലിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തു.
അത് കഴിഞ്ഞതാ അരിച്ച് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു തന്നു. എന്നിട്ട് ഇതിനകത്ത് എന്താ ഇട്ടേക്കണേന്ന് അറിയോ? ഡ്രൈ ആയ ലെമൺ, കട്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് ലെമണും പിന്നെ അതിൻ്റെ മേളിൽ ഇതാ മിൻറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. സംഗതി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല തണുപ്പുണ്ട്. നോക്കാം. ഓഹോ, പോയ വഴി തന്നെ അറിഞ്ഞറിയാ. സംഭവം എന്താ പറയാ, ഒത്തിരി നാൾ മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എറണാകുളത്തും എന്താ പറയാ ചെറിയ രീതിയിൽ ഡാൻസ് പാർട്ടി അല്ലെങ്കിൽ നൈറ്റ് ഇതൊക്കെ ഉള്ള സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോയ സമയത്ത് കോക്ടെയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനുശേഷം ഈ വക പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം ഒന്നും കൂടെ എന്താ പറയുക ആ ഒരു മിക്സിങ് അവരുടെ രസമല്ലേ, അതും പിന്നെ അതിന് പറ്റിയ ആ ആംബിയൻസ് ഒക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. സംഭവം ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ നമ്മുടെ എന്താ പറയുക മണക്കമെന്ന് പറഞ്ഞ് അടിച്ച് തീർക്കരുത്. അത് ഈ സിപ്പ് ചെയ്ത് കുടിക്കേണ്ട സാധനമാണ്. അത് എന്താ പറയുക നമ്മുടെ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ എന്താ പറയുക കുറച്ച് ഇതൊക്കെ കീപ്പ് ചെയ്ത് കഴിക്കേണ്ട ആണ്. അത് മാത്രമല്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതാണ് ജാപ്പനീസ് ഡിഷായ സുഷി എന്ന് പറയും. സുഷി ആണ്. അപ്പോൾ അത് നോക്കി, ഇതിന് മേളിൽ ഇരിക്കുന്നത് മയണൈസ് ആണ്. അത് കഴിഞ്ഞ് റോ ആയിട്ടുള്ള ഫിഷാണ്, ട്യൂണ ഫിഷ്. അത് കഴിഞ്ഞ് റൈസാണ്, പിന്നെ ഒരു ഗ്രീൻ ലീഫ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ഫിഷ് ഉണ്ട്. ഇതൊക്കെ കൂടെ ആയിട്ടുള്ളൊരു എന്താ പറയുക റോൾ പോലെ സെറ്റ് ചെയ്തേക്കുന്ന ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റിക്കൊക്കെ വെച്ച് എടുത്ത് വേണം കഴിക്കാൻ വേണ്ടി. എനിക്ക് അതിനകത്ത് എടുക്കാൻ വേണ്ടി അത്ര വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. ഒന്ന് എടുത്തൊക്കെ നോക്കിയെങ്കിലും അത് വെച്ച് കഴിക്കാൻ അത്ര എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് നേരെ നമ്മുടെ സോയാ സോസ് അതുണ്ട്, ലൈറ്റ് ആക്കിയ സോയാ സോസ് ആണ്. അപ്പം അത് ഇതിൽ മുക്കിയിട്ട് കഴിക്കുക. ഇത് ആക്ച്വലി സ്റ്റാർട്ടർ മാത്രമാണ്. ഇനിയും ഐറ്റംസ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം വന്നിരിക്കുന്നത് രാമൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള നൂഡിൽസും ഇതാ ബോയിൽഡ് എഗ്ഗും പിന്നെ ഇത് ചീസ് സ്റ്റഫ് ചീസാണ്, ബ്രെഡ് ക്രംസിൽ ചീസ് ഫ്രൈ ചെയ്തൊക്കെ. പിന്നെ ക്യാരറ്റ് ഉണ്ട്, സാലറീസ് ഉണ്ട്, കുറച്ച് ഇതാ നമ്മുടെ പാലക് പോലത്തെ ലീഫ് ഉണ്ട്, പിന്നെ ഷ്രിംപ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ വെജിറ്റബിൾ സ്റ്റഫ് ചെയ്ത് എന്താ പറയാ ഫ്രൈ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ഹോൾ മീൽ ആയിട്ടുള്ള ഐറ്റമാണ്. അടിപൊളി ഒരു എന്താ പറയാ ജ്യൂസി ആയിട്ടുള്ള സൂപ്പും എല്ലാം കൂടെയൊക്കെ മിക്സ് ആയ ടൈപ്പ് ഒരു എന്താ പറയാ മീലാണെന്ന് പറയാം. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ചിക്കൻ ഉണ്ട്, ഇതിനകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി ഞാനും ഇതൊക്കെ ഫസ്റ്റ് ടൈം തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യും, എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് അടുത്ത ഐറ്റം, ചിക്കൻ വാങ്തോ. അതായത് നമ്മുടെ ഫ്രൈഡ് മൊമോസ് പോലെ, അല്ലെങ്കിൽ ഇതാണല്ലേ ചിലപ്പോൾ ഷേപ്പ് കാണുമ്പോഴത്തേക്കും സമൂസ പോലെയൊക്കെ തോന്നും. ചിക്കൻ സമൂസ ഒന്നല്ല, കുറെ അതേപോലെ ഇരിക്കുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചട്നി, പിന്നെ ഓഫ് കോഴ്സ് എല്ലാത്തിനും കൂടെ കുറച്ച് ഗ്രീൻ സാലഡ്സ് ഉണ്ടാവുമല്ലോ. റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഒക്കെ നല്ല നല്ല ഭംഗിയിലൊക്കെയാണ് ഇവർ കട്ട് ചെയ്ത് വെക്കാം. ഇതുണ്ടോ, ഇത് മൊത്തം ഇങ്ങനെ നമ്മൾ എന്താ പറയുക വെജിറ്റബിളിന് നാരെടുത്ത പോലെ ഉണ്ട്. ആക്ച്വലി നാരെടുത്തല്ല, കഷ്ടപ്പെട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണ് ഭംഗിക്ക് വേണ്ടി. നല്ല ക്രിസ്പിയാണ്. ആക്ച്വലി ഇതിന് കുറെ ഭാഗം ക്രിസ്പിയാണ്. ആ ക്രിസ്പി പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാക്ട് ചിക്കന്റെ പോർഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സമയം എടുക്കും. എങ്കിലും അത്
നമുക്ക് മോമോസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണ പോലെ തന്നെ ചിക്കനും കുറച്ച് എന്താ പറയാ ഐ തിങ്ക് ഓണിയൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു കോംബോ ആയിട്ട് ഒരു റോള് പോലെ കീമ പോലെയൊക്കെ എടുക്കില്ലേ, അതേപോലെ റോൾ ചെയ്ത സാധനം മുക്കി പൊരിച്ചേക്കണം കേട്ടോ. അങ്ങനെയാണ് എനിക്കിത് കഴിച്ചപ്പോൾ മനസ്സിലായത്. ഇതാണ് സ്പൈസി ചിക്കൻ ഡിംസം. ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലെ മോമോസ് പോലെ തന്നെ, പക്ഷേ എന്താ പറയാ അതിന്റെ കോട്ടിങ്ങിലൊരു കളർ ഫീൽ എനിക്ക് വരുന്നുണ്ട്. ഇനി ലൈറ്റിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയാ 3 തരം സോസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് നോർമൽ സോസ്, ടൊമാറ്റോ ഓണിയനൊക്കെ ഉള്ള സോസാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സോസ് ഉണ്ട്. പിന്നെ ഇതാണ് അടിപൊളി, കുറച്ച് ഗാർലിക്കും പിന്നെ എന്തൊക്കെയോ ഒരു ഗ്രീൻ ലീവ്സ് ഒക്കെ ഉള്ള ഒലീവ് ഓയിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സോസ്. എന്തായാലും നമുക്ക് ഇത് മുക്കി കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ്. സെയിം ഇതിന്റെ ഉള്ളിൽ നേരത്തെ ഇപ്പൊ നമ്മൾ കഴിച്ചതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തതും ഇതൊക്കെ ഉള്ളിലത്തെ സ്റ്റഫിങ് ഒക്കെ സെയിം തന്നെയാണ്. സ്റ്റഫ് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒറ്റടിക്ക് വയലിട്ട് കഴിക്കാം. പക്ഷെ നല്ല ചൂട് കൊള്ളണം, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വാ കൊള്ളും സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഘട്ടം വേണ്ടി കഴിക്കുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് ഒരു എന്താ പറയാ ഒരു ഹാലി മീൽ എന്നൊക്കെ പറയുന്നതിന്റെ എന്താ പറയാ ഒരു വേർഷനാണിത്. ആക്ച്വലി മീൽ ഫുൾ മീൽ ഇതാണ്. ഇത് ബീഫ് സിസ്ലേഴ്സ് ആണ്. അപ്പൊ ഓഫ് കോഴ്സ് കോംബോ ആയിട്ട് ഇങ്ങനെ റൈസും എന്താ നമ്മുടെ പൊട്ടറ്റോ എന്താ പറയാ പിങ്കോ ചിപ്സ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. സോസ്ഡ് വെജിറ്റബിൾസ് ആണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. എന്നിട്ട് ബീഫ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല ചൂടുണ്ട്, എടുക്കാൻ കിട്ടുന്നില്ല. ആഹാ, ആക്ച്വലി ഇതെല്ലാം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിൽ കുക്ക് ചെയ്യുക മാത്രമല്ല ഭംഗിയിൽ സെർവ് ചെയ്യാന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. കണ്ണിന് രസം തോന്നുന്ന അത് നമുക്കിങ്ങനെ ആദ്യം നമ്മൾ ഭക്ഷണം എങ്ങനെയാന്ന് പറയുക ആസ്വദിച്ച് കഴിക്കാം. ആദ്യം അത് കാണുമ്പോൾ ഉള്ള രസം, പിന്നെ അതിന്റെ മണം, ടേസ്റ്റ് ശരിക്കും നമുക്ക് വായിൽ വെക്കുമ്പോഴല്ലേ കിട്ടുന്നുള്ളൂ. അതിന് മുന്നേ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഭംഗിയും സ്മെല്ലും ഒക്കെ തന്നെയാണ്. ബ്രോക്കോളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം ഇതിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഒരു ടേസ്റ്റിനെ കുറിച്ചും ഒരു ധാരണയൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിടണം. അപ്പോൾ വീണ്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ. ടാറ്റാ, ബൈ ബൈ.